ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? കുടുംബത്തിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട്. ആ കുഞ്ഞു അതിഥിയെ കാണാൻ പോവുകയാണ്. സ്കൂട്ടിയിലാണ് യാത്ര. മക്കൾസിനെ കൊണ്ടുപോകുന്നില്ല. അവർക്ക് പനിയും ചുമയും ഇപ്പൊ കുറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് കാറ്റും തട്ടിച്ച് ഇനി അസുഖം കൂട്ടണ്ട എന്ന് കരുതി ഇവരെ ഞങ്ങൾ ഹസ്സിന്റെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. എൻ്റെ ഈ ഔട്ട്ഫിറ്റ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. മോളതും രണ്ടും സാരി വെച്ചിട്ടാണ് തയ്ച്ചത്. എങ്ങനെയുണ്ട്? അങ്ങനെ അവരെ തറവാട്ട് വീട്ടിൽ വിട്ടിട്ട് ഞങ്ങൾ രണ്ടും യാത്ര തിരിച്ചു. വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിലാണ് പോകുന്നത്. ആരാണ് ഈ കുഞ്ഞതിഥി എന്നല്ലേ? എൻ്റെ പ്രിയതമൻ്റെ പെങ്ങളുട്ടി ഒരു ഉമ്മയായി ഒരു സുന്ദരി കുട്ടിക്ക് ജന്മം നൽകി. അപ്പൊ പിന്നെ ഉമ്മയെയും മോളെയും കാണാനാണ് യാത്ര. അങ്ങനെ കുശലം പറഞ്ഞും തുടങ്ങാൻ പോകുന്ന ബിസിനസ്സുകളെ കുറിച്ചുള്ള ചർച്ചകളും തുടങ്ങി. എന്തിന്, അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ ഞങ്ങൾ പോകുന്ന പോക്കിൽ ഒന്നെത്തി നോക്കി. അങ്ങനെ എടക്കര കാറ്റാടിപ്പാലം കഴിഞ്ഞ് കാളികാവ് വഴി വണ്ടൂരിലേക്ക് പോവുകയാണ്. നിലമ്പൂര് വഴി പോകുന്നത് ബ്ലോക്ക് പെട്ടാലോ എന്ന് വെച്ചിട്ടാണ് പോവാതെ ഇരുന്നത്. ചർച്ചകൾ തുടരവേ ഞാൻ മൂപ്പരാക്കാനോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ സ്നേഹനിധിയായ എൻ്റെ മൂപ്പരാക്ക, ആ അതിനെന്താ കഴിക്കാലോ എന്ന് പറഞ്ഞതും ലൈസൻസ് കിട്ടിയ പോലെ ഞാൻ എൻ്റെ അതിസൂക്ഷ്മമായ നിരീക്ഷണം ആരംഭിച്ചു. എന്തെന്നല്ലേ ഫുഡ്. ഒടുവിൽ പെട്ടെന്ന് കണ്ണുടക്കിയത് പാനിപൂരിയുടെ കവറുകളുടെ കടയിൽ. കേസേ പാനിപൂരി മതി, ദാ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതും ആൾ ഫ്ലാറ്റ്. കാരണം എന്നെ പോലെ തന്നെ ആൾക്കും ഇത് പ്രിയമാണ്. അങ്ങനെ സ്വയം കഴിച്ചും പരസ്പരം കഴിപ്പിച്ചും 2 പ്ലേറ്റ് പാനിപൂരി ഉള്ളിലാക്കി. കൂടെ ഒരു അടിപൊളി മുളയരി പായസവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതുവഴി പോകുമ്പോൾ ഇതൊരു സ്ഥിരം സ്പോട്ടാക്കിയാലോ എന്ന ചിന്തയും ഉള്ളിലുണ്ട്. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. ഇത്തിരി കഴിഞ്ഞ് ഈ മനുഷ്യൻ ചോദിക്കുക, ഇനി വിശക്കില്ലല്ലോ എന്ന്. അയ്യടാ, പാനിപൂരി കഴിച്ച വിശപ്പ് മാറുമോ കെട്ടിയോനെ? അതില്ല. എന്നാ പിന്നെ ആ ചോദ്യങ്ങൾ എന്തിനു ചോദിച്ചു? ഹേ, ഒന്നുമില്ലടി, ചുമ്മാ എന്നും പറഞ്ഞ് മൂപ്പര് നൈസായിട്ട് മുങ്ങി. അങ്ങനെ ഇടവഴികൾ താണ്ടി താണ്ടി യാത്ര തുടർന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട്. എന്തും തുറന്നു പറയാനും കൂടെ നിൽക്കാനും ഹസ്ബൻഡ് ഉണ്ടെന്ന ചിന്ത ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് എടാ പോടാ ബന്ധാണ്. പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും ഉള്ളു തുറന്ന് എല്ലാം തുറന്നു പറഞ്ഞും അങ്ങനെ 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 വളരെ യാദർശികമായിട്ടാണ് ഈ മഹാന്മാർ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ പെട്ടത്. വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിച്ചത് കൊണ്ടാവാം. സ്പീഡ് കൂട്ടലും നമ്പർ പ്ലേറ്റ് കാണാത്ത പോലെ മറച്ചു വെക്കാൻ ശ്രമിക്കലും അങ്ങനെ അങ്ങനെ. പോകും വഴി ഫ്രൂട്ട്സ് കടയിൽ ഒന്ന് നിർത്തി 2 കൂട്ടം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് യാത്ര വീണ്ടും തിരിച്ചു. അങ്ങനെ നിംസ് ഹോസ്പിറ്റലിലേക്ക്.
ഏറെ പരിചയമുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ആരോടും ചോദിക്കേണ്ടി വന്നില്ല, ഡയറക്റ്റ് കയറി. അങ്ങനെ ചുണ്ടരിക്കുട്ടിയെ കണ്ട് ഇത്തിരി നേരം അവിടെ കഴിച്ചുകൂട്ടി ഞങ്ങൾ നിലമ്പൂർ വഴി നാട്ടിലേക്ക് തിരിച്ചു. ഇന്നാണ് നല്ല വെയിലുണ്ട്, നട്ടുച്ച നേരവും. വിശക്കില്ലല്ലോ എന്ന് ചോദിച്ച ആൾക്ക് തന്നെ വിശപ്പ് തുടങ്ങി. അങ്ങനെ കനോലി പ്ലോട്ട് എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു തട്ടുകടയിൽ വണ്ടി ഒതുക്കി നല്ല ചൂട് നെയ്ച്ചോറും പീസും കഴിച്ചു. യാത്ര തുടരവേ കുഞ്ഞോൻ എന്നോട് നമുക്ക് അല്പനേരം എവിടെയെങ്കിലും ഇരുന്നാലോ എന്നായി. അങ്ങനെയാണെങ്കിൽ വിട്ടോളി നമ്മുടെ കപ്പിൾ സ്പോട്ടായ ബംഗ്ലാവ് കുന്നിലേക്ക്. അങ്ങനെ നിലമ്പൂരുകാരനായ എൻ്റെ കെട്ടിയോന് ഇന്നേ വരെ ബംഗ്ലാവ് കുന്ന് കണ്ടിട്ടില്ലെന്ന മഹാസത്യം ഞാനന്ന് മനസ്സിലാക്കി. അങ്ങനെ ബംഗ്ലാവിലൂടെ കൈകോർത്ത് നടന്നും ഇത്തിരി വീഡിയോസ് ചെയ്തും സ്കൈ ബ്രിഡ്ജ് കയറി റീൽസ് എടുക്കാൻ അവിടെ ഒരു സ്പേസ് തപ്പി നടന്നു. അവസാനം ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. ഓരോ സ്റ്റെപ്പിലും ഓരോ കപ്പിൾസ്, അവർക്കിടയിൽ ഞങ്ങളും. അങ്ങനെ ഫോണിന് ഇത്തിരി വിശ്രമം വേണമെന്ന് അവനും അലാറം അടിച്ചു തുടങ്ങി. അങ്ങനെ വീഡിയോസ് എടുപ്പ് നിർത്തി വീട്ടിലോട്ട് തിരിച്ചു.